അശ്ശുഹദാഉ ഖംസ, 5 വിഭാഗം ശുഹദാക്കളാണ്. അൽ മത്ഊൻ വൽ മബ്തൂൻ, ത്വഊൻ പകർച്ചവ്യാധി പിടിപെട്ട് മരിക്കുന്നവനും, വൽ മബ്തൂൻ വയറ്റിൽ അസുഖമുണ്ടായി മരിക്കുന്നവനും, വൽ ഗരീഖു മുങ്ങി മരിക്കുന്നവനും, വസാഹിബുൽ ഹദ്മി എന്തെങ്കിലും തലയിലേക്ക് വീണ് മരിക്കുന്നവനും, വശഹീദു ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ വഴിയിൽ ഷഹീദായി മരിക്കുന്നവരും ശുഹദാക്കൾ തന്നെ. അപ്പോ നമ്മൾ മനസ്സിലാക്കുന്ന പുതിയ 2 ഷഹീദുകൾ, ഒന്ന് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർ, അത് നല്ല ലക്ഷണമാണ്. അങ്ങനെ ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ് ഉണ്ടായതെങ്കിൽ ആ മരണം ഷഹീദിന്റെ മരണമാണ്. എന്തെങ്കിലും ഒരു സാധനം തലയിലേക്ക് വീണ്, ഒരു ബിൽഡിംഗ് പൊളിഞ്ഞു വീണ് മരിക്കുന്നത്, വീടുകൾ ഇടിഞ്ഞു വീണ് മരിക്കുന്നത്, ശുഹദാഇന്റെ കൂലി ലഭിക്കും. ഒരു സുനാമി പോലെയുള്ള ദുരന്തമുണ്ടായാൽ, വീടുകളും കെട്ടിടങ്ങളും ഒന്നാകെ തകരുമ്പോ, ഒരു ഭൂകമ്പമുണ്ടായാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയോ ആയിരക്കണക്കിന് പേർ അതിൽ ഷഹീദുകളാകുന്നുണ്ട്. ശുഹദാഉ ഇൻദല്ലാഹ്, നാളെ അല്ലാഹുവിന്റെ അടുത്ത് അവർ ഷഹീദാണ്. ദുനിയാവിൽ ഷഹീദ്, റിയൽ ഷഹീദും അതുപോലെ തന്നെ ഈ ലോകത്തെ ഷഹീദ്, പരലോകത്തെ ഷഹീദ്. ഷഹീദു ദുനിയ, ഷഹീദുൽ ആഖിറ, ഇങ്ങനെ 2 വിഭാഗമുണ്ട്. ദുനിയാവിലെ ഷഹീദാണെങ്കിൽ അവർ ഏത് വസ്ത്രത്തിലാണോ അവർ ഷഹീദായത് ആ വസ്ത്രത്തിൽ മറവ് ചെയ്യപ്പെടും. ലാ യുസല്ല, അവർക്ക് മയ്യിത്ത് നിസ്കാരം ഉണ്ടാവില്ലെന്നാണ്. പക്ഷേ മുങ്ങി മരിച്ച ആൾക്ക് മയ്യിത്ത് നിസ്കാരമുണ്ട്. കെട്ടിടം വീണ് മരിച്ച ആൾക്ക് മയ്യിത്ത് നിസ്കാരമുണ്ട്. യുദ്ധത്തിൽ മരിക്കുന്ന ഷഹീദിനുള്ള ആ പ്രത്യേകതകൾ ഈ ദുനിയാവിലില്ല. പക്ഷെ ആഖിറത്തിൽ ഷഹീദിന്റെ അതേ കൂലിയാണ് ഉണ്ടാവുക. അല്ലാഹു തആല ഇങ്ങനെയൊക്കെ മരിച്ചുപോയ ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ അയൽപക്ക പ്രദേശങ്ങളിൽ, മഹല്ലുകളിൽ ഒക്കെ ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെ ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൗതുൽ മർഅതി ഫീ നിഫാസിഹാ ബിസബബി വലദിഹാ, ഒരു പെണ്ണ് കുഞ്ഞിന് ജന്മം കൊടുത്തുകൊണ്ടിരിക്കെ ബ്ലീഡിംഗ് ഉണ്ടായിട്ടോ അല്ലാതെയോ നിഫാസിലായിട്ട് മരിച്ചുപോയാൽ ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി. ബിസബബി വലദിഹാ, പ്രസവിച്ചതിന്റെ ശേഷം കുഞ്ഞുണ്ടായത് കാരണത്താൽ, കുഞ്ഞുണ്ടായതിന്റെ പേരിൽ ഒരു ഉമ്മ പ്രസവ സംബന്ധമായ ബുദ്ധിമുട്ടിലോ കോംപ്ലിക്കേഷനിലോ പെട്ട് മരിച്ചുപോയാൽ, മൗതുൽ മർഅതി ഫീ നിഫാസിഹാ ബിസബബി വലദിഹാ, അത് ഷഹീദിന്റെ കൂലി കിട്ടുന്ന വളരെ പുണ്യമായ മരണമാണ്. നിഫാസിലായി മരിക്കുന്നത്, പ്രസവാനന്തരം മരിച്ചു പോകുന്ന ഉമ്മ, ആ ഉമ്മക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മർഅതു തമൂതു ബിജംഇൻ ഷഹീദത്തുൻ, പ്രസവ സംബന്ധമായ പ്രയാസത്തിൽ മരിക്കുന്ന പെണ്ണ് ഷഹീദത്താണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം മാലിക് തങ്ങൾ മുവത്തയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൽ മൗതു ബിൽ ഹർഖി, തീ പിടിച്ചു മരിക്കുന്നത്, തീജ്വാലകൾ പടർന്നു പിടിച്ചു മരിക്കുന്നത്, ബിൽഡിങ്ങിനോ മറ്റോ തീ പിടിച്ചു മരിക്കുന്നത് ഷഹീദിന്റെ കൂലി ലഭിക്കും. വദാതുൽ ജംബ്, ദാതുൽ ജംബ്, ശരീരത്തിൽ ആകമാനം നീര് വന്നിട്ട് എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം ബെഡ് റിഡനായി ബെഡിൽ കിടക്കുന്ന അവസ്ഥയിൽ, കൈകാലുകൾ കുഴഞ്ഞു പോയി നിൽക്കുന്ന അവസ്ഥയിൽ മരിക്കുന്നത് എത്രയോ അനുഭവം കാണാനും കേൾക്കാനും പറ്റും. പ്രഷർ കൂടിയിട്ട്, ഷുഗറിന്റെ വേരിയേഷൻ കൊണ്ട്, കൊളസ്ട്രോളിന്റെ പ്രശ്നം കൊണ്ടൊക്കെ ശരീരമാസകലം നിർജീവമായി നീര് വന്ന് തടിച്ച് എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ ശരീരം വണ്ണം വെച്ച് നീര് സംബന്ധമായ പ്രയാസം കൊണ്ട് മരിക്കുന്നതും ഷഹീദാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മൗതു ബിദാഇസ് സല്ലി, ട്യൂബർകുലോസിസ് പിടിച്ചു മരിക്കുന്നത്, TB അസുഖം പിടിച്ചു മരിക്കുന്നത് ഷഹീദാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, അൽ മൗതു ഫീ സബീലിദ് ദിഫാഇ അനിൽ മാൽ, ഒരു മനുഷ്യന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി ആരെങ്കിലും വരുമ്പോ ആ സമ്പത്ത് തടയാൻ വേണ്ടി പ്രതിരോധിച്ചാൽ അങ്ങനെ മരിച്ചു പോകുന്ന ആളും ഷഹീദ് തന്നെ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ തോക്കുധാരികളായ ആളുകൾ വന്നെന്നിരിക്കട്ടെ, സമ്പത്ത് മോഹിച്ചുകൊണ്ട് എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്ന കാലമാണിത്. സമ്പത്തിന് വേണ്ടി ഒരു പാവം മനുഷ്യന്റെ വീട് റമദാനിന്റെ രാവിൽ, നമ്മുടെ തൊട്ടയൽപക്കത്തെ പ്രദേശങ്ങളിൽ ഓർമ്മയില്ലേ, റമദാനിലെ തറാവീഹും ഖിയാമുല്ലൈലും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ മുതലിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി ആർത്തി പിടിച്ച് പാവമായൊരു മനുഷ്യനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയത്. അദ്ദിഫാഉ അനിൽ മാലി വമൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദ്, സ്വന്തം കുടുംബത്തെ, ഭാര്യയെ ആരെങ്കിലും കയറി പിടിക്കാൻ വരുമ്പോ അവനെ തടയാൻ നിൽക്കുമ്പോൾ അതിന്റെ പേരിൽ മരിച്ചുപോയാൽ,
വമൻ ഖുതില ദൂന ദീനിഹി ഫഹുവ ഷഹീദ്. ഒരു മനുഷ്യന്റെ ദീൻ തടയാൻ വരുമ്പോ, ഒരു മനുഷ്യന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോ, ആ സമയത്ത് പ്രതിരോധിച്ചുകൊണ്ടിരിക്കെ മരിച്ചുപോയാൽ അവൻ ഷഹീദാണെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ ഖുതില ദൂന ദമിഹി ഫഹുവ ഷഹീദ്. സ്വന്തം ചോര ചിന്താൻ വേണ്ടി ആരെങ്കിലും വരുമ്പോ, സ്വന്തം തലയെടുക്കാൻ വരുമ്പോ, സ്വന്തത്തെ കൊല്ലാൻ വേണ്ടി വരുമ്പോ പ്രതിരോധിച്ചുകൊണ്ടിരിക്കെ ഒരാൾ മരിച്ചാൽ അയാളും ഷഹീദാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, എന്റെ ഉമ്മത്തിൽ ശുഹദാ ഒരുപാടുണ്ട്. വമൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്. സ്വന്തം സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി, തന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വന്ന ആളുമായി മൽപിടുത്തം നടത്തിയോ അല്ലാതെയോ സമ്പത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി മരിച്ചു പോകുന്നവൻ ഷഹീദാണെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽമൗതു അലാ അമലിൻ സാലിഹിൻ. ഇനി അതുമാത്രമല്ല, എത്രയോ നല്ല അടയാളമാണ്, എത്രയോ നല്ല ഒരു യാത്രാമൊഴിയാണ് നന്മ ചെയ്തുകൊണ്ടിരിക്കെ മരിക്കാൻ ഭാഗ്യമുണ്ടാവുന്നത്. അൽമൗതു അലാ അമലിൻ സാലിഹിൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്നഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സുറപ്പിച്ച ഒരാൾ പറഞ്ഞു മരിക്കുകയാണെങ്കിൽ സ്വർഗ്ഗമുറപ്പുണ്ട്. വമൻ സ്വാമ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഖുതിമ ലഹു ബിഹി ദഖലൽ ജന്ന. നോമ്പുകാരനായി മരിക്കുകയാണെങ്കിൽ അയാൾക്കും സ്വർഗ്ഗം ഉറപ്പാണ്. വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. അവസാനമായി ചെയ്തത് ഒരു സ്വതക്കയാണ്, അവസാനം ചെയ്തത് ഒരു ദാനധർമ്മമാണ്. അങ്ങനെ ഒരു ദാനധർമ്മം ചെയ്ത് പിന്നീട് മരിക്കുകയാണുണ്ടായത്. ഒരു സ്വതക്കയാണ് അവസാനം ചെയ്തത്, അല്ലെങ്കിൽ നോമ്പുകാരനായിട്ടായിരുന്നു അവസാനം ഉണ്ടായത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയതായിരുന്നു അവസാനം. ഇങ്ങനെ അവസാനം നന്മകൾ ചെയ്ത് മരിക്കുന്നതെല്ലാം നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഏതെങ്കിലും ഒരു നിലയിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ വുളു ഉണ്ടായിരിക്കെ മരിക്കുന്നത് ഏറ്റവും നല്ല അവസ്ഥയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വളരെ എളുപ്പമാണ്. ഇപ്പൊ എല്ലാ പള്ളികൾക്കും എന്തുണ്ട്, വുളു എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ. എല്ലാ പള്ളി ഒന്ന് വുളു മുറിഞ്ഞു, വേഗം വുളു എടുക്കുക. ബാത്റൂം പോയി ഒന്ന് വുളു എടുക്കുക. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സമിഅതു ഖശ്ഫതൻ, ഞാൻ ചില കാലൊച്ചകൾ കേട്ടു. ആരാണതെന്ന് ചോദിച്ചപ്പോൾ ഫഇദാ ഹുവ ബിലാൽ, അത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവാണ്. മിഅ്റാജിന്റെ രാവിൽ തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭൂമിയിലേക്ക് വന്നപ്പോ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ചോദിച്ചു, ബിലാലേ ബിമ സബഖതനി ഇലൽ ജന്നഹ്, നിങ്ങൾ എന്റെ മുമ്പേ സ്വർഗത്തിലെത്തിയല്ലോ ബിലാൽ, എന്തേ നിങ്ങൾ അങ്ങനെ എത്താൻ കാരണം? എന്റെ മുമ്പേ നിങ്ങൾ സ്വർഗത്തിൽ. അതിനർത്ഥം നബി തങ്ങളാണല്ലോ ആദ്യം സ്വർഗത്തിൽ കിടക്ക, പിന്നെ ബിലാൽ തങ്ങളായിപ്പോയോ എന്ന് സംശയം വന്നേക്കാം. അത് ദുഖൂലു തക്രീമിൻ എന്ന് പറഞ്ഞുകൂടാ. അത് നബി തങ്ങളുടെ പ്രവേശനമാണ്, ആദരവിന്റെ ആദ്യത്തെ പ്രവേശനം. പക്ഷേ ദുഖൂലു ഖിദ്മ, സ്വർഗത്തിൽ നബി തങ്ങൾക്ക് വേണ്ട ഖിദ്മത്തുകൾ ചെയ്തു വെക്കാൻ ആദ്യം ചെല്ലുന്നുണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ആദ്യം നേതാവ് വരുന്നതിന്റെ മുമ്പ് ആ കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കാൻ ആദ്യം കടന്നു ചെല്ലുന്നു മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ചോദിച്ചു, ബിലാൽ നിങ്ങളെ ഞാൻ അവിടെ കണ്ടുവല്ലോ മിഅ്റാജിൽ, എന്തേ നിങ്ങൾ അങ്ങനെ എനിക്ക് മുമ്പേ സ്വർഗത്തിലെത്താൻ കാരണം? യാ റസൂലല്ലാഹ്, നബിയേ ഇദാ അഹ്ദസ്തു, എന്റെ വുളു മുറിഞ്ഞാൽ, ഞാൻ എപ്പോഴും വുളു മുറിഞ്ഞാൽ അതവല്ലാഹ്, ഞാൻ എപ്പോഴും വുളു മുറിഞ്ഞാൽ എന്ത് ചെയ്യും? വുളു എടുക്കും. വുളു മുറിഞ്ഞാൽ വുളു എടുക്കും. ഞാൻ വുളു എടുത്തു കഴിഞ്ഞാലോ ഞാൻ ചിന്തിക്കും, മിന്നലില്ലാഹി അലയ്യ കദാ വകദാ റക്അ. വുളു എടുത്താൽ പിന്നെ കുറച്ച് റക്അത്ത് നിസ്കരിക്കണമല്ലോ, അപ്പൊ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും. വുളു മുറിഞ്ഞാൽ ഉടനെ ഞാൻ വുളു എടുക്കും. വുളു എടുത്തു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ 2 റക്അത്ത് നിസ്കരിക്കും. ഇത് ഞാൻ പതിവാക്കാറുണ്ട് നബിയേ. ഹുവദാക്, അതുതന്നെ കാരണം നിങ്ങൾ സ്വർഗത്തിലെത്താനെന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുക ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു.